ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് അഭിനയിക്കുന്ന ആളുകൾ ഇന്നുണ്ടായിട്ടും സാൻഡ്ര എന്ന വ്യക്തിയെ, കലാകാരിയെ ഈ സംവിധായകൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ആക്ടിങ്ങിലല്ല അവര് നമ്മള് കൊണ്ടുവരുന്നത്. ഒരു സെക്സി ആയ സീനിൽ അഭിനയിക്കാൻ വരുന്ന ഒരു പേഴ്സൺ, ആക്ട്രസ് എന്നുള്ള ഒരു രീതിയിൽ അല്ല അവര് നമ്മളെ വിളിക്കുന്നത്. കൈൻഡ് ഓഫ് സ്റ്റുപ്പിഡ് റോൾസ് ഐ മസ്റ്റ് സേ. എന്നെ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആണ് എന്നെ ഫോളോ ചെയ്തു. ഇത്തരം സീനുകളിൽ അഭിനയിക്കുന്ന, വളരെ ബോൾഡായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ റൂമിലേക്ക് വന്നൂടാ, സെക്സ് ചെയ്യാൻ റെഡി ആയിക്കൂടാ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു. ഇങ്ങനെ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരും സാൻഡ്രയോട് കോളുകൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ റോഡരികിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കത്തില്ല ഒരുപക്ഷെ കോളുകൾ ആവശ്യപ്പെടുന്നത്. ഒരു ബ്രോക്കർ എൻ്റെ അടുത്ത് സംസാരിച്ച രീതി, വീടെടുത്ത് തരാം, പക്ഷെ അയാളായിട്ട് ഞാൻ സെക്സ് ചെയ്യണമെന്ന് ഹസ്ബൻഡ് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത്. ഷോസിന് എന്നെ കൊണ്ടുപോയവരെ എന്നെ അവിടെയാണ് ഇറക്കിയത്. അവിടെ നിന്ന് എനിക്ക് യൂബർ എടുത്തിട്ട് വേണം ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാൻ. അപ്പൊ ഇതുപോലെ രണ്ടുപേര് വന്നിട്ട് എത്രയാണ് ഇതിന്റെ റേറ്റ്, കൂടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ കാറായിട്ട് വരുന്നു. ഇവരെന്നെ പിടിച്ചു വലിച്ചാണ് അത് ഓരോ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഒരു സമുദായത്തിൽ പെടുന്ന ആൾക്കാർ മാത്രം നമ്മളെ കാണുന്നത് തന്നെ അവരൊരു സെക്സ് സിമ്പിളിലാണ് അവർ നമ്മളെ കാണുന്നത്. സെക്സ് ആണ് അവരുടെ മൈൻഡിൽ വരുന്നത്. ഇത് ഈ പറയുന്നത് ഏത് മതത്തെ പറ്റിയാ? ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ പറ്റി തന്നെയാണ് ഞാനിത് പറയുന്നത്. അവർ പ്രതികരിക്കുന്നതിൽ അപ്പോൾ ഒരു പേടിയുമില്ല. ഒരു പേടിയില്ല. ഞാൻ താമസിക്കുന്ന അവിടെ ഒരു മുസ്ലിം ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടതോടുകൂടി ആ സബ്ജക്റ്റ് അവിടെ നിന്നു. പിന്നീട് പറഞ്ഞത് സ്ത്രീ പുരുഷനാവും, പുരുഷൻ സ്ത്രീയാവും, ഇവരെ കല്ലറിന് കൊല്ലണമെന്നാണ് പറയുന്നത്. വളരെ മോശം കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. എനൽ സെക്സ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ പുള്ളി മൈക്കിലൂടെ അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയലിലൂടെ 10ഓളം വേറിട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും അനവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്യുകയും ഇതിനോടൊപ്പം എല്ലാം പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാൻഡ്രയാണ്. സാൻഡ്ര, നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയതിൽ. കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ ആരുടെ മുഖത്ത് നോക്കി തൻ്റെ അടുത്തോടെ പറയും. അതോടൊപ്പം ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മുടെ മിലിയനത്തിന്റെ തന്നെ സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയലിൽ 10 വേറിട്ട കഥാപാത്രമാണ് ചെയ്യുന്നത്. ഈ വേറിട്ട കഥാപാത്രങ്ങളിൽ എടുത്തു പറയാൻ കാരണം മറ്റൊരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തന്നെ വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ എന്താണ് കഥാപാത്രത്തെ പറ്റി പറയാനുള്ളത്? ഇറ്റ് ഈസ് വെരി ചലഞ്ചിങ് ക്യാരക്ടർ ആക്ച്വലി, ബിക്കോസ് സർട്ടൻ ടൈം ക്യാരക്ടർ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എയർ ഹോസ്റ്റസ് ആവുന്നു, പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എയർ ഹോസ്റ്റസ് ആവുന്ന സമയത്ത് ഐ ഹാവ് ടു ബി ആൻ എയർ ഹോസ്റ്റസ്. ഉറപ്പായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു പോലീസ് ഓഫീസർ ആവുന്നു. ദെൻ ദ ക്യാരക്ടർ ഷുഡ് ബി a police officer. ഒരു ബന്ധവുമില്ലാത്ത റോളുകളല്ലേ? ഡിഫറെന്റ് ആൻഡ് അഡ്വക്കേറ്റ് ആവുന്നു. അങ്ങനെ ഡിഫറെന്റ് സ്റ്റൈലിൽ വരുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ലുക്കിൽ വരുന്ന, കംപ്ലീറ്റ്ലി ഒരു ബന്ധമില്ലാത്ത ലുക്കിൽ വരുന്ന, പരസ്പരം കണക്റ്റഡ് അല്ലാത്ത എങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അറ്റ് ദി സെയിം ടൈം ഒരു പോസിറ്റീവ് ഷെയ്ഡും ഉള്ളൊരു ക്യാരക്ടറാണ്. അത് സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഒരുപക്ഷെ ആ സീരിയൽ കാണുന്നവർ ചിന്തിച്ചു തന്നെ പോകും, ഈ വിരിക്കുന്ന വ്യക്തിയാണോ 10 കഥാപാത്രങ്ങൾ? എന്റെ ലുക്കിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈച്ച് ക്യാരക്ടർ ഇസ് വെരി ഡിഫറെന്റ്. ലുക്കിലല്ലല്ലോ, വർക്കിലല്ലേ കാര്യം. ഈ 10 കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? ഇപ്പൊ എയർ ഹോസ്റ്റേഴ്സ് പറഞ്ഞു, പോലീസ് വേഷം പറഞ്ഞു, ചന്ദ്രലേഖ, പിന്നെ മൃത്യുലേഖ ആയിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ചന്ദ്രലേഖ ആവുന്നു, ചിത്രലേഖ ആവുന്നു. അങ്ങനെ ഡിഫറെന്റ് അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇനി എന്താണെന്ന് വരാൻ പോകുന്നത് പ്രേക്ഷകർക്ക് സസ്പെൻസ് ആയിട്ട്. ഇതുവരെ ചെയ്ത കഥാപാത്രത്തിൽ 10 പേരുടെ വേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അല്ല എന്റെ ക്യാരക്ടറുമായിട്ട് മാച്ച് ആയിരുന്നു തോന്നിയത് ഏതായിരിക്കും? എന്റെ ക്യാരക്ടറായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഐ എം വെരി വെസ്റ്റേണൈസ്ഡ് ടൈപ്പ് ഓഫ് പേഴ്സൺ, ഐ ക്യാൻ സേ ദാറ്റ്. സോ മേ ബി ഐ ക്യാൻ സേ ഏഞ്ചലീനയാണ് എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ചും കൂടി, എനിക്കുമായിട്ട് കുറച്ചും കൂടി സിമിലാരിറ്റി ഉള്ളൊരു ക്യാരക്ടർ ഏഞ്ചലീനയാണ്. ഏഞ്ചലീന വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ടു ഡു ദ ക്യാരക്ടർ. അത് അങ്ങനെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒന്നും ഐ ഡോണ്ട് ഈവൻ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഒരു പോലീസ് ഓഫീസറിൻ്റെ റോൾ ചെയ്യുക, സോ ആ ഒരു ബിഹേവിയർ അതൊന്നും
നേരിൽ കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പിന്നെ ഡയറക്ടർ സാറിന്റെ സപ്പോർട്ട്, അതുകൊണ്ടിട്ടാണ് ഞാനത് ചെയ്തു വരുന്നത്. ഒരുപക്ഷെ പോലീസ് ഓഫീസർ എയറോസ്റ്റേഴ്സുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തന്നെ പറ്റുന്നത് അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് എവിടേക്കോ ചില കണക്ഷൻസ് വെച്ചിട്ടൊക്കെയാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഐ മീൻ ലിങ്ക് ചെയ്ത് പോകുന്നത്. പിന്നെ ഈ ക്യാരക്ടറിന് സർട്ടൻ ടൈംസ് ഷിഫ്റ്റ് വരുന്ന ഒരു ഇതുണ്ട്, ബേസ് ഉണ്ട്. അപ്പൊ ആ ബേസിൽ നിന്നിട്ട് വേണം ഈ ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് വെരി ടഫ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് അഭിനയിക്കുന്ന ആളുകൾ ഇന്നുണ്ടായിട്ടും സാൻഡ്ര എന്ന വ്യക്തിയെ, കലാകാരിയെ ഈ സംവിധായകൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? God is really great. I have to say that it's a miracle happened to my life actually. കുറച്ച് മലയാളത്തിൽ പറയാൻ കേട്ടോ, മലയാളികൾ ഓഡിയൻസ്. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ആണ് എനിക്ക് കോൾ വരുന്നത്. ഈ പ്രൊഡക്ഷനിൽ തന്നെ, സജി മില്ലേനിയം പ്രൊഡക്ഷനിൽ തന്നെ രണ്ടാമത്തെ പ്രോജക്റ്റാണ് എൻ്റേത്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഈ ഒരു പ്രൊഡക്ഷന്റെ ആണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ഒന്നും നോക്കിയില്ല, മില്ലേനിയം ആണല്ലോ, വിശ്വസിക്കാം. ഞാൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. മാധവൻകുട്ടി സാർ, ഞാൻ വയലാർ മാധവൻകുട്ടി സാറിന്റെ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ അവിടെ സെറ്റിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സോ ഐ ഫീൽ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഒരു പേടി സ്വപ്നമാണോ സംവിധായകൻ? പേടി എനിക്ക് ബിഗിനിങ്ങിലുണ്ടായിരുന്നു, ബട്ട് എന്നെ വളരെ ഭയങ്കരമായിട്ടും കംഫർട്ടാക്കി, ചേർത്ത് പിടിക്കും. അതെ, ഭയങ്കരമായിട്ടും കംഫർട്ടാക്കി. നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്ട്, അതുപോലെ ആസ് എൻ ആർട്ടിസ്റ്റ് യുനോ പുള്ളി എപ്പോഴും നമ്മളെ ഒരു ആർട്ടിസ്റ്റിന്റെ റെസ്പെക്ട് എനിക്ക് അവിടെ നിന്നാണ് കൂടുതലും, സാറിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയും റെസ്പെക്ട് എനിക്ക് ഇതുവരെ മറ്റു ആളുകളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ സീരിയല് പോലെ തന്നെ ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഏതൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്? രാത്രി എന്ന സിനിമ, അതിലെ ഹീറോയിൻ ആയിരുന്നു. അതിക്ക് മുന്നേ എൻ്റെ ഫസ്റ്റ് ഫിലിം ഐ വണ്ടർ വൈ എന്ന് പറഞ്ഞൊരു ഫിലിം, അത് ഇംഗ്ലീഷ് ഫിലിം ആയിരുന്നു. നിമിഷ സജയൻ എന്ന ആക്ട്രസ് ഒക്കെ ഉള്ള അവരുടെ എൻ്റെ ഫസ്റ്റ് ഫിലിം അതായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നത് അഡ്വർടൈസ്മെന്റ്സും ആഡ് ഫിലിംസും അങ്ങനെ കുറേ എനിക്ക് വന്നു. കാരണം എനിക്ക് വന്ന ഓഫറുകളെല്ലാം, മലയാള സിനിമയിൽ നിന്ന് എനിക്ക് വന്ന ഓഫറുകളെല്ലാം ഒരേ ടൈപ്പിൽ വരുന്ന, അല്ലെങ്കിൽ കോമഡി, നമ്മൾക്കൊരു പ്രത്യേകിച്ച് ഒന്നും അഭിനയിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതും യുനോ കൈൻഡ് ഓഫ് എൻ സ്റ്റുപ്പിഡ് റോൾസ് ഐ മസ്റ്റ് സേ. വളരെ ഒരു മലയാള സിനിമ സാൻഡ്രയെ മാറ്റി നിർത്തി ഭയങ്കരമായിട്ടും. പിന്നെ എൻ്റെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്തു കുറച്ചൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ സമയത്താണ് കൊറോണ വന്നത്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് 2-3 പ്രോജക്റ്റുകൾ ആ സമയത്ത് വന്നു. പക്ഷെ വന്നതെല്ലാം സെയിം കാറ്റഗറിയിൽ വരുന്ന റോളുകളായതുകൊണ്ടിട്ട് എനിക്കത് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. കാരണം ആദ്യത്തെ സിനിമയിൽ ഞാൻ അത്രയും ബോൾഡായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിട്ട് എന്നെ കാറ്റഗറൈസ്ഡ് ആയോ എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിപ്പോയി. അത്രയും ആളുകൾ എന്നെ വിളിക്കുന്നതെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഫസ്റ്റ് അഭിനയിച്ച ആ ഫിലിമിൽ ഈ ഒരു കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. മോനിഷ എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അവര് സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അതെ 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 എല്ലായിടത്തും കുറേ അതിന്റെ ആ ഒരു സീൻസ് മാത്രം മീഡിയയിൽ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള ഒരു സീനായിരുന്നു അത്. ബട്ട് അതിനുശേഷം എനിക്ക് വന്നതെല്ലാം ഏകദേശം അതേപോലത്തെ റോളുകൾ തന്നെ. അപ്പോൾ സിനിമയിലുള്ള ആളുകള് മനസ്സിലാക്കിയില്ല സാൻഡ്ര എന്ന് പറയുന്ന ഒരു കലാകാരിയെ. നമുക്ക് ആക്ടിങ്ങിലല്ല അവര് നമ്മളെ കൊണ്ടുവരുന്നത്. ഒരു സെക്സി ഇമേജിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു ബോൾഡ് സീനിൽ അഭിനയിക്കാൻ വരുന്ന ഒരു പേഴ്സൺ, നോട്ട് ലൈക്ക് യു ആർ എൻ ആക്ട്രസ് എന്നുള്ള ഒരു രീതിയിൽ അല്ല അവര് നമ്മളെ വിളിക്കുന്നത്. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, മലയാള സിനിമ സാൻഡ്രയെ മാറ്റി നിർത്തിയെങ്കിലും സീരിയൽ ചേർത്ത് പിടിച്ചല്ലേ? ഓഫ് കോഴ്സ്. എനിക്ക് രണ്ടാമത്തെ ഒരു എൻട്രിയിലേക്ക് ഞാൻ വരുന്നത് സജി മില്ലേനിയം പ്രൊഡക്ഷൻ തന്നെ അനുരാഗ ഗാനം പോലെ എന്ന് പറഞ്ഞൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു. അതെ അതെ, എനിക്കത് കിട്ടിയപ്പോ തന്നെ ഞാനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് സിനിമ എന്നല്ലാതെ
അഡ്വർടൈസ്മെന്റ്സ് ഇതല്ലാതെ സീരിയൽ എന്നുള്ളൊരു ഇതെനിക്ക് അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അതിന്റെ എബിസിഡി ഒരു പക്ഷെ സീരിയലിൽ വരണമെന്ന് സാന്ദ്രയ്ക്ക് ആഗ്രഹത്തിലുപരി സിനിമയെ പൂർണ്ണമായിട്ട് വെറുത്തിരുന്നോ? വെറുത്തിട്ടില്ലായിരുന്നു. വെറുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കേട്ടൊരു കാര്യം, വളരെ സിനിമയിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവത്തിൽ നിന്ന് എനിക്കിനി സിനിമ വേണ്ട, പൂർണ്ണമായി ഞാൻ സീരിയലിൽ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ രണ്ട് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമയിൽ വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായി, ഈ സീരിയലിൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഇല്ലെന്നാണ് പറയുന്നത്. സിനിമയിൽ ഞാൻ അഭിനയിച്ച സിനിമയിൽ നിന്നല്ല എനിക്ക് മോശം അനുഭവം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് എന്നെ സമീപിച്ച ഡയറക്ടേഴ്സ്, അതുപോലെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ പല പല ആൾക്കാർ, സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ പുതിയ സിനിമയുമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് ഇനി സിനിമ ചെയ്യാൻ ഒരു പേടി പോലെ എനിക്ക് ഫീൽ ഈ ചെയ്തായിരുന്നു. വിളിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? വളരെ മോശം അത് പറയാം, പങ്കുവെക്കാം. സെക്സ് ചാറ്റിന് നിർബന്ധിക്കുന്നു, അതുപോലെ ഫോണിലൂടെ പല പല, അത് മലയാളം മാത്രമല്ല ഞാൻ പറയുന്നത്, പല ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു തെലുങ്ക് ഫിലിം വന്നായിരുന്നു. അതായത് ചുരുക്കം പറഞ്ഞ സാന്ദ്രയെ ആളുകൾ കാണുന്നത് ഒരു കളിക്കാരി എന്ന ലെവലിലാണോ? അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ എന്നോട് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. എന്തോ ഞാൻ ഒരു ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ്, ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഏത് സീനിലും എങ്ങനെയും അഭിനയിക്കും, അല്ലെങ്കിൽ എന്ത് സീൻ വേണമെങ്കിലും, ആരായിട്ട് സെക്സ് സീൻ ആണെങ്കിലും ഞാൻ അഭിനയിക്കും. അതുപോലെ ഞാൻ അഭിനയിച്ച മോനീഷയുടെ ക്യാരക്ടറിന്റെ ക്ലിപ്സ് കണ്ടിട്ട് പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു എന്താണ് ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പറയുന്നതിൽ പ്രസക്തിയില്ല. പക്ഷെ ഇതെന്റെ ഒരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. എന്നെ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആണ് എന്നെ കോൾ ചെയ്തു. സിനിമയിലുള്ളതാണോ? അതെ. ഇന്ന് മെയിൻ പ്രമുഖ നടനാണോ? അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. മാസത്തിൽ 3 പടങ്ങൾ കിട്ടുമോ നടനല്ലേ? അതെ. അപ്പൊ പുള്ളിയുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫിലിമില് എനിക്ക് ഒരു വളരെ ചെറിയൊരു റോളാണ് എനിക്ക് വന്നത്. അപ്പൊ അത് ഒരു രാത്രിയാണ് അതിന്റെ ഷൂട്ട് നടന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നീട് എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു, ക്രൗൺ പ്ലാസയില്. അപ്പൊ ഞാൻ നമ്മുടെ കൊച്ചിയിലുള്ള ആളാ. അദ്ദേഹം കൊച്ചിയിലുള്ള ആളല്ല, പക്ഷെ ആ സമയത്ത് ക്രൗൺ പ്ലാസ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഹോട്ടലിലേക്ക് വരാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ എന്തിനാണ് എന്നുള്ള കാര്യം ചോദിക്കണമല്ലോ, തീർച്ചയായിട്ടും. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് പോകുന്നതിനോ കാണുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ പണ്ടൊക്കെ ഇവിടെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. അതെ, കാരണം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോ അവര് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതായത് ഇപ്പോഴും ചിലതൊക്കെ സാന്ദ്ര മറക്കുന്നു കേട്ടോ. ഞാൻ ഇൻട്രോയിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു, നട്ടലോടുകൂടി ആരുടെ മുഖത്ത് നോക്കി പറയുന്ന സാന്ദ്ര ഇവിടെ മറക്കല്ലേ. ഓക്കെ, പേരുകൾ പറയാതെ ഞാൻ ഇത് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതാണ് എനിക്ക് സംഭവിച്ചത്, അത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത്തരം സീനുകളിൽ അഭിനയിക്കുന്ന, വളരെ ബോൾഡായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ റൂമിലേക്ക് വന്നൂടാ, ഒരു നൈറ്റ് എന്റെ ഒപ്പം നിന്നൂടാ, അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ റെഡി ആയിക്കൂടാ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമയിൽ ഞാൻ ബോൾഡായിട്ട് അഭിനയിക്കുന്നു, അത് ആക്ടിങ് ആണ്, അതൊരു ക്യാമറയും ഒരുപാട് ടെക്നീഷ്യൻസും ഒത്തിരി 10-300 ആൾക്കാരുടെ മുന്നിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. അല്ലാതെ ഒരു റൂമിൽ അടച്ചിരുന്ന് അല്ലെങ്കിൽ ഇതിപ്പോ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ ഇങ്ങനെ എൻ്റെ അടുത്ത് അത് ഇത്രയും ഒരു നോൺ ആയിട്ടുള്ളൊരു വളരെ വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു എന്തോ പോലെ എനിക്കത് പെട്ടെന്ന് നോ പറയാനായിട്ട് എനിക്ക് തോന്നിയെങ്കിലും എനിക്ക് ഉള്ളിലൊരു പേടി. കാര്യം ഞാൻ കംപ്ലീറ്റ്ലി എന്നെ എല്ലാത്തിനും ഇതായി അങ്ങനത്തെ ഒരു ഭീഷണി. അപ്പൊ അങ്ങനെ ഒരു പേടിയും ഭീഷണിയും വരണമെങ്കിൽ അത്രമേൽ ഒരു പ്രമുഖന് നടന്നല്ല. അതെ. അപ്പൊ എനിക്കത് കേട്ടപ്പോ എനിക്ക് ആദ്യം എനിക്കൊരു ടെൻഷൻ വന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഐ കട്ട് ദ കോൾ. ഞാനത് സംസാരിച്ചില്ല. വീണ്ടും എന്നെ വിളിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു 2-3 പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു. പിന്നെ ഞാൻ ആ കോളുകൾ എടുക്കാതായി.
പിന്നെ ആ സിനിമയെ കുറിച്ച് യാതൊരു അറിവുമില്ല. ആ സിനിമ ഇന്ന് റിലീസായോ? ആ സിനിമ ഇന്ന് റിലീസ് ആവാൻ പോകുന്നു. അപ്പൊ കാത്തിരിക്കാം. കാത്തിരിക്കാം. 2-3 മാസത്തിനുള്ളിൽ ആവുമോ? അതെ, ഉടനെ ഉണ്ടാവും. അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ അന്ന് ക്രൗൺ പ്ലാസയിൽ പോയില്ലല്ലേ? ഇല്ല ഇല്ല, ഞാൻ വരില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള ഒരു കാര്യം. ഞാനൊരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അത്രയും ഫ്രീഡം തന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് ഈ അഭിനയ രംഗത്തേക്ക് വീണ്ടും എനിക്ക് വരാൻ പറ്റിയത്. അതൊരിക്കലും മിസ്യൂസ് ചെയ്ത് എനിക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും ജനങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഡയറക്ടർമാരും ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർമാരും സാൻഡ്രയോട് കോളുകൾ ആവശ്യപ്പെടുമ്പം നിങ്ങൾ റോഡരികിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കത്തില്ല ഒരു പക്ഷെ കോളുകൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ റോഡരികിൽ ഞാൻ ഇന്ന് വരെ സെക്സ് വർക്ക് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ. കാരണം സെക്സ് ചെയ്യണമെങ്കിൽ ഒരു താല്പര്യം വേണമല്ലോ പരസ്പരം. സെക്സ് ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. റോഡരികിൽ നിന്നിട്ടില്ല സാൻഡ്ര? എനിക്ക് അങ്ങനത്തെ ഒരു എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എൻ്റെ പാരൻസും അതുപോലെ എൻ്റെ ഫാമിലി അവരൊക്കെ എന്നെ അത്രയും പാമ്പർ ചെയ്താണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് ഐ നോ ദ പെയിൻ. അപ്പം സാൻഡ്ര ഒരു ട്രാൻസ് വുമൺ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇതൊരു ജനറ്റിക്കലി സംഭവിക്കുന്ന ക്രോമസോം അതിൽ വേരിയേഷനിൽ ഉണ്ടാവുന്ന ഒരു രീതിയിലാണ് എൻ്റെ ബർത്ത് സംഭവിക്കുന്നത്. ഓക്കെ. സോ മോർ ഓവർ ഇന്റർസെക്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു സംഭവമല്ല, ഞാനൊരു ട്രാൻസ് വുമൺ തന്നെ എന്ന് ഞാൻ പറയും. പക്ഷെ ഐ എം ജനറ്റിക്കലി ബൈ ബർത്ത് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സർജറികളെല്ലാം കഴിഞ്ഞതാണോ? സർജറികൾ എനിക്ക് നമുക്ക് ബൈ ബർത്ത് ഇങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് സർജറികളെക്കാൾ കൂടുതൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. ഹോർമോൺ തെറാപ്പി അതൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതല്ലാതെ എനിക്ക് ഇംപ്ലാന്റ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. എൻ്റെ ബേസിക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മെയിൽ ബോഡിയിൽ നിന്നും ഒരു ഫീമെയിൽ ബോഡിയിലേക്ക് ആക്കുമ്പോഴാണ് ഇത്തരം സർജറികൾ ആവശ്യമായിട്ട് വരുന്നത്. അതല്ലാതെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി അങ്ങനെ ഒരു ഫെമിനിൻ ബോഡിയിൽ പക്ഷെ ഒരു ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ല. അതുകൊണ്ടാണ് അത്തരം സർജറികളിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യം വരാഞ്ഞത്. ബട്ട് ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് മൈ ബോഡി, വിത്ത് മൈ ലൈഫ്. ഫാമിലി ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് വളർത്തിയതല്ലേ? ഫാമിലി എല്ലാം വളരെ നല്ലതാണ്. പക്ഷേ എവിടെയൊക്കെയോ എനിക്ക് എൻ്റെ ഫാമിലിയും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അത് എൻ്റെ മാരേജിന് ശേഷം എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം അങ്ങനെയായിരുന്നു. വീട്ടുകാരും അതായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത്. ഇവിടുന്ന് കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യാം, അങ്ങനെ ഐ വാസ് അബൌട്ട് ടു ലീവ് ദിസ് കൺട്രി. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഞാൻ അഭിത്തിനെ കാണുന്നതും ഞങ്ങൾ ഇഷ്ടത്തിലാവുന്നതും. അപ്പം ഞാൻ എല്ലാം ആ സമയത്ത് ഞാൻ എല്ലാം മറന്നുപോയി. അത്രയും ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു പ്രണയം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അത് മാത്രമല്ല, ഞാൻ കാരണം ഒരു വ്യക്തി ഇത്രയും സഫർ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കിതെല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ തോന്നിയില്ല. ഒരുപക്ഷെ ഞാൻ തിരിച്ച് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഞാനിവിടെ വരുമ്പോൾ എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്നെ സ്നേഹിച്ച ആ വ്യക്തി ചിലപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന ഒരവസ്ഥ ഞാൻ അറിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ആ പ്രണയം നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ലൈഫ് സേവ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും എനിക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ആ വ്യക്തിനെ ഒഴിവാക്കി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കേൾക്കുകയാണ് ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് അങ്ങനെ എനിക്ക് ചെയ്യാൻ ഒട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായിട്ട് അത്ര ടൈപ്പാണോ? ഒരിക്കലും അല്ല. അവര് എന്നെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ ഫാമിലിനെ ചേർത്ത് പിടിക്കണമെന്നൊരു ആഗ്രഹമില്ല. എനിക്കെപ്പോഴും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡി, മമ്മി അവര് ഒരു ഹിന്ദു ഫാമിലിയാണ്. ഞാനൊരു പക്ക ക്രിസ്ത്യൻ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ഒരു
ഫാമിലിയാണ്. ഒരു ഫോർട്ട് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അപ്പൊ വളരെ എക്സ്ട്രീമാണ്, രണ്ട് എക്സ്ട്രീമാണ്, രണ്ടും രണ്ട് ദിക്കാ. രണ്ട് ദിക്കാണ്. അപ്പൊ അവർക്ക് തന്നെ കുറച്ചും കൂടി ഇപ്പോഴും അവര് പൊതുവെ സാധാരണ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലൈഫ് വെച്ചാണ് എന്നെ അവർ കാണുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്നതും ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ സെക്സ് വർക്ക് ചെയ്ത അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യേണ്ടി വന്ന അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ പുറത്തു വന്ന് റോഡരിയിലൊക്കെ നിന്ന് അങ്ങനത്തെ ഒരു വ്യക്തിയാണോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോഴും ഹസ്ബൻഡ് ചേർത്ത് പിടിക്കുന്ന, ഹസ്ബൻഡിന്റെ വീട്ടുകാർ ചേർത്ത് പിടിക്കുന്നില്ല. എപ്പോഴെങ്കിലും ആ വീട്ടുകാരോട് തിരുത്തണം അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ മുതിർന്നിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചു. എന്നെ അവര് അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ അവര് അംഗീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇവര് പറയുന്ന റീസൺസ് എന്തുവാ? റീസൺസ് വളരെ മോശമായിട്ടുള്ള റീസൺസ് ആണ് പറയുന്നത്. ആണും പെണ്ണും അല്ലാത്ത ആൾക്കാര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് സെക്സ് വർക്കേഴ്സ് ആണ്, അവര് അങ്ങനെയാണ് ജീവിക്കുന്നത്, വിശ്വസിക്കല്ലേ, വിശ്വസിക്കരുത്, അവര് അങ്ങനെയാണ്, ചീറ്റ് ചെയ്യും, ക്യാഷ് കട്ടിട്ട് പോവും, പിടിച്ചു പറിക്കുക. വളരെ മോശം. എനിക്കത് എൻ്റെ ലൈഫിൽ ഞാൻ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നത്. അത് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടുകാർ പോലും ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് കുട്ടി ആയതുകൊണ്ട് തന്നെ കുറെ കൂടി എനിക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും എന്നെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്താണ് എൻ്റെ പാരൻസ് വളർത്തിയത്, എല്ലാ സൗകര്യത്തോടു കൂടി. അപ്പൊ അങ്ങനെ ഒരു കുട്ടി അങ്ങനെ വളർന്നു വന്നിട്ട് എനിക്ക് ഇങ്ങനെയെല്ലാം കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഡാഡിക്കും മമ്മിക്കും അത് താങ്ങാൻ പറ്റില്ല. ഇന്ന് ഹസ്ബൻഡിന്റെ ഫാമിലി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ അവരോട് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള പോലെയല്ല എല്ലാവരുടെയും ജീവിതം. എന്നെ പോലെ ഒത്തിരി പേര് ഉണ്ടെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാവരും ആ ഒരു സാഹചര്യത്തിലൂടെ അല്ല ജീവിച്ചു വളർന്നു വരുന്നത്. പിന്നെ എല്ലാവരുടെയും ശാരീരിക മാനസിക അവസ്ഥകളെല്ലാം ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ മൂലം എനിക്ക് എൻ്റെ ഭർത്താവിന് അച്ഛനും അമ്മനെയും അവസ്ഥ വരരുത്. അദ്ദേഹത്തെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ എനിക്ക് അവരുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ എനിക്കൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അധ്വാനിച്ചല്ലേ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ദാറ്റ് മച്ച്. സോ എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചു വെച്ചിട്ടില്ല. ഇതെല്ലാം സാൻഡ്ര പറയുന്ന സമയത്തും കൂട്ടുകാരെന്ന് വെച്ചാൽ അത്രമേൽ ജീവനായിരുന്നില്ലേ? പക്ഷെ അവർ തന്ന പാരകളും അവർ തന്ന പണികളും ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ലൈഫ് തന്നെ ഒരു പോയിന്റിൽ ഞാൻ അത്രയും വിശ്വസിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്ക് വളരെ മോശം, എൻ്റെ ലൈഫ് തന്നെ ആ സമയത്തൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ജീവിക്കോ മരിക്കോ എന്നുള്ളത്. കഴിക്കുന്ന ഡ്രിങ്ക്സിൽ പോയിസൺ ഇട്ട് തരുന്നു അതൊരു ഫ്രണ്ട്. അത് ഞാൻ വളരെ പിന്നീടാണ് എനിക്ക് എൻ്റെ ലിവറിനൊക്കെ അത് വലിയൊരു ഇഷ്യൂ ആയി മാറി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കലക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ റീസൺ ഒന്ന് മേ ബി ജലസ് ആയിരിക്കാം. ആ വ്യക്തിയുടെ ബോയ് ഫ്രണ്ട് അതൊരു ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അയാൾ ഇഷ്ടപ്പെടുന്ന ആ ആള് എന്നെ ഇഷ്ടമാണ് എന്ന് അയാളോട് പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു ഷോക്കിലാണ് ഇത് ചെയ്തതെന്നാണ് പിന്നീട് ഞാനത് അറിഞ്ഞത്. പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നെ ഫിനിഷ് ചെയ്ത് കളയും എന്നുള്ളൊരു ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കും. നമ്മളുടെ കൂടെ ഡിന്നർ കഴിക്കുന്ന ഒരാള് തരുന്ന ഡ്രിങ്ക്സിൽ ഇതുപോലെ ആണ് മിക്സ് ചെയ്ത് തരുന്നത് നമ്മള് ഈ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ചതിക്കുന്ന മൊമെന്റ് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി.
അപ്പോൾ അത് കണ്ടുപിടിച്ചത് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. പക്ഷെ അത് കുറച്ച് ടൈം വന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതാണെന്നുള്ളത്. പിന്നെ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ വന്നു എൻ്റെ സ്കിന്നും. അതുപോലെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിൽ നിന്ന് റിക്കവേർഡായി വരാൻ എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്ക് കരിയറിൽ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. ഒറ്റപ്പെട്ടു. വളരെയധികം. അതെനിക്ക് ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ എനിക്കത് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനും പേടിയൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. There were no one was there. ഈ പബ്ലിക്കിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നീ 9 നീ ചാന്തുപൊട്ടാണ്, നീ ഒരു വേശിയാണ് എന്നൊക്കെ പറയുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് ആരും അങ്ങനെ നോക്കി നീ 9 ചാന്തുപൊട്ടാണെന്ന് പറയുമ്പോൾ ആ ശരി എന്ന് ഞാൻ അങ്ങനെ ഒന്ന് സി ഇതെല്ലാം മനസ്സിലാക്കിയാണ് എൻ്റെ പാരൻസ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു, എൻ്റെ ഡാഡി അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, എൻ്റെ മമ്മി അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഇവരൊക്കെ ഉണ്ടാവും. ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വളരെ കുറവാണ്. ഇപ്പോഴും ഇപ്പൊ കുറച്ചും കൂടെ ബെറ്ററായി വരുന്നു. ആളുകൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ടുണ്ട് എറണാകുളത്ത്. പക്ഷേ എറണാകുളം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ്. ട്രെയിനിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പേടിയാണ്. ബസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാണ്. ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോ വെയിറ്റ് ചെയ്ത് റോട്ടിൽ നിൽക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല. എന്നാലും കാലഘട്ടം മാറിയില്ല, ഇനി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇപ്പോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ എത്രയാണ് ഇതിന്റെ റേറ്റ്, കൂടെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കാറായിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത് പേപ്പറിൽ വരെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുണ്ടന്നൂർ ബ്രിഡ്ജിന്റെ അവിടെ ഞാൻ കാർ വെയിറ്റ് ചെയ്ത് എൻ്റെ ഷോസിന് എന്നെ കൊണ്ടുപോയവരെ എന്നെ അവിടെയാണ് ഇറക്കിയത്. അവിടെ നിന്ന് എനിക്ക് യൂബർ എടുത്തിട്ട് വേണം ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ. ആ സമയത്ത് ഞാൻ മാരീഡ് അല്ല. അപ്പോൾ ഇതുപോലെ 2 പേര് വന്നിട്ട് അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും ഇവരെന്നെ പിടിച്ചു വലിച്ചാണ് അത് ഓരോ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ട് പോലും അവിടെ അത്രയും ആൾക്കാർ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ആൾക്കാർക്ക് ആർക്കും ഒരു മനുഷ്യത്വം തന്നില്ലല്ലേ? ഇല്ല, ആരും ഇടപെടുന്നില്ല. ഇവര് അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അത് ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ 2 പോലീസുകാർ വന്നു. പക്ഷെ അത് എറണാകുളത്ത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കേസ് പോലെ ആയിട്ടാണ് അവര് തള്ളി. പ്രോസ്റ്റിറ്റ്യൂഷൻ ആ വിഭാഗത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം പോലെ അവര്. അതല്ലാതെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതാണെന്നൊന്നും അവിടെ ആരും കെയർ ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ കൂടുതലും ചിന്തിച്ചത്, ഞാൻ കുറെ കൂടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കേരളത്തിൽ. എൻ്റെ പ്രൊഫഷൻ കുറച്ചും കൂടെ വളർത്തണം. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും അറിയണം. അങ്ങനെയാണ് കൂടുതലും മലയാളത്തിലേക്ക് തന്നെ ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ ലാംഗ്വേജസിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു ലാംഗ്വേജിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ മലയാളം മാത്രം ചെയ്യണം എന്നൊന്നും, എനിക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ കഴിഞ്ഞത് ചണ്ഡീഗഡിൽ ഒരു വെബ് സീരീസ് ആണ് ലാസ്റ്റ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ദ ഷൂട്ടിംഗ് ഐ ഫ്ലൈ ഫ്രം ദയർ ടു കൊച്ചിൻ. അപ്പോഴത്തേക്കുമാണ് എനിക്കിവിടെ വന്നത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിവിടെ ഈ പ്രോജക്റ്റ് ഞാൻ ജോയിൻ. ഈ സൗഹൃദങ്ങളെ പറ്റിയും പബ്ലിക്കിൽ നിന്ന് വരുന്ന എതിർപ്പുകളെ പറ്റിയും പറയുമ്പോൾ ഇത്രയും ഉള്ളു തൊട്ട് വിഷമം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത്രയും പബ്ലിക്കിൽ നിന്നാണ് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളൊരു ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടും ഒരു ഹ്യൂമൻ ആണെന്നുള്ളൊരു പരിഗണന ആരും തരുന്നില്ല. നമ്മൾ വളരെ വൃത്തികെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നത് തന്നെ അവരൊരു സെക്സ് സിമ്പിളാണ് അവർ നമ്മളെ കാണുന്നത്. സെക്സ് ആണ് അവരുടെ മൈൻഡിൽ വരുന്നത് കാണുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ അവളൊരു വേശ്യയാണ് അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും. സെക്സ് വർക്കർ ആണ്, അല്ലെങ്കിൽ ഒരു വേശ്യയാണ് എന്ന് മാത്രമാണ് അവരവിടെ ചിന്തിക്കുന്നത്. എനിക്കൊരു ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവിന് ഫാമിലി ഉണ്ട്, എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു പരിഗണന ഒരു വ്യക്തികളുടെ അടുത്തൊന്നും കിട്ടുന്നില്ല. അത് എനിക്ക് ചില സമയത്ത് എനിക്കത് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അത് എനിക്ക്
പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. ലൈഫിൽ വന്ന കഥകളിൽ ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു വേദന ഏതായിരിക്കും? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സമയത്ത് ഞാൻ അന്ന് കുറെ പേരെ വിളിച്ചിരുന്നു സഹായത്തിന്. ഒത്തിരി എനിക്ക് ഫ്ലാറ്റ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും എ സിയും അതുപോലെ എല്ലാ സാധനങ്ങളും അത്രയും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു റൂമിൽ പോലും ഇതെല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഐ എം സോറി, ഐ ഫീൽ വെരി. അന്നൊരാൾ ചേർത്ത് പിടിക്കാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നോ, ഈവൻ ഒരു ബ്രോക്കർ എൻ്റെ അടുത്ത് സംസാരിച്ച രീതി, അയാൾക്ക് വീടെടുത്ത് തരാം, പക്ഷേ അയാളായിട്ട് ഞാൻ സെക്സ് ചെയ്യണമെന്ന് എൻ്റെ മുഖത്ത് നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത്. അതൊരു വലിയൊരു അടിയായി, പ്രശ്നമായി അങ്ങനെ. പക്ഷെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ശ്രമിച്ചു. കാരണം പബ്ലിക്ക് നോക്കുമ്പോൾ നമ്മൾ റോഡിൽ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാകുന്നു, മനസ്സിലായോ? കാരണം എത്ര ബഹളം ഉണ്ടായാലും തെറ്റ് സാറിന്റെ ഭാഗത്തേ പറയത്തുള്ളൂ ജനങ്ങളല്ലേ? തീർച്ചയായിട്ടും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു യൂബർ ടാക്സി വന്നു. 60% ഓഫ് ആളുകളും 60 അല്ല, ഒരു 80% ഓഫ് ആളുകളും മുസ്ലിംസ് വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എനിക്ക് അവരിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ ചെറുതേ അല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോലും ആ ഓണർക്ക് പ്രശ്നമില്ല, പക്ഷെ ഓപ്പോസിറ്റ് താമസിക്കുന്ന മുസ്ലിം ഫാമിലിയിലുള്ള, ഞാൻ ഷൂട്ട് കഴിഞ്ഞാണ് വരുന്നത്, പക്ഷെ ഇവര് പറയുന്നത് എന്താണ് രാത്രി വരുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്നിടത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ താമസിപ്പിക്കാൻ തയ്യാറാവുന്ന ഓണേഴ്സ് പോലും ഒന്ന് ചിന്തിച്ചു പോകും. അവരുടെ ഉള്ളിലൊരു വേറൊരു ചിന്ത വരുന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന അവിടെ ഒരു മുസ്ലിം ചർച്ചുണ്ട്. ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ ഡെയിലി ജിമ്മിന് പോകുന്നത് വൈകുന്നേരം. അപ്പോൾ അവിടെ ഒരു മുസ്ലിം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു സ്റ്റേജൊക്കെ കെട്ടി ഒരാളിരുന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ്. എന്നെ കണ്ടതോടുകൂടി ആ സബ്ജക്റ്റ് അവിടെ നിന്നു. അതുവരെ സംസാരിച്ചിരുന്ന വെച്ചാൽ പിന്നീട് പറഞ്ഞത് ലോകാവസാനം അടുത്തു. അപ്പോൾ ഇങ്ങനെ പലവരും കാണേണ്ട ഒരു സ്ത്രീ പുരുഷനാവും, പുരുഷൻ സ്ത്രീയാവും, ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുന്നത്. ആ പ്രാസംഗികൻ പറഞ്ഞത് ആ സമയത്ത്. അപ്പൊ ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള റോഡിന്റെ ഫ്രണ്ടിലുള്ള ചർച്ചാണ്. അപ്പൊ അവർക്ക് എക്സാക്ട് എന്നെ കാണാം, റോഡിലൊക്കെ ആളുകളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം എന്നെ നോക്കി, ഇയാൾ എന്നെ ചൂണ്ടി സംസാരിക്കുന്ന പോലെ. ഞാൻ അവിടെ ഷോക്കായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു അത്രയും രീതിയിൽ ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇവര് എന്താണ് വളരെ മോശം കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. എനൽ സെക്സ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ പുള്ളി മൈക്കിലൂടെ അന്നേരം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഞാൻ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവിടെ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അവിടെ സാൻഡ്ര മാത്രമേ വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ നടന്നു വരുന്നത് ഈ പ്രഭാഷണം നടത്തുന്ന ആള് കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞതാ. പ്രീസ്റ്റാണ്. അദ്ദേഹത്തിന് എന്നെ കാണാം, കാര്യം ഇതൊരു സ്റ്റേജ് ആയതുകൊണ്ട് കാണാം. കാരണം ഇത് റോഡാണ്. ഞാൻ ഈ സൈഡിൽ കൂടെയാണ് നടന്നു വരുന്നത്. ഇപ്പുറത്തെല്ലാം ആളുകളുണ്ട്, പക്ഷെ അദ്ദേഹം എന്നെ കണ്ടു. അപ്പോൾ സംസാരിച്ചത് പിന്നീട് ഈ സബ്ജക്റ്റ് ആണ്. പിന്നെ ഞാൻ ജിമ്മിലേക്ക് എത്തുന്നവരെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റാണ് അത്. പിന്നീട് ഞാൻ വിളിച്ച് പലരും അറിയിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്തോ സാൻഡ്രയ്ക്ക്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ റിലീജിയൻ എന്താണെന്നുള്ളത് അതെൻ്റെ മാത്രം കാര്യമാണ്. നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കും, മറ്റുള്ളവർ ഹിന്ദു, മുസ്ലിം, എല്ലാവരും കൂടി താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ എനിക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സമുദായത്തിൽ പെടുന്ന ആൾക്കാർ മാത്രം ഇവരെ നിർത്താൻ പാടില്ല, ഇവരെ കൊല്ലണം, ഇവരെ ട്രീറ്റ് ചെയ്യണം, ഇവര് അങ്ങനെ ചെയ്യണം, ഇവരിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിക്കുന്നത്? ഇവർക്ക് അതുകൊണ്ട് എന്താണ് ഇവർ നേടാൻ വേണ്ടി പോകുന്നത്? എല്ലാവരെയും
സ്ത്രീയും പുരുഷനുമാക്കി ഇതൊരു ഫാക്ടറി പോലെയാണ്. കല്യാണം കഴിപ്പിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, അടുത്ത ജനറേഷൻ. കല്യാണം കഴിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, അടുത്ത ജനറേഷൻ. ഇങ്ങനെ 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 കൂട്ടി ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ പോലും ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവര് ഞാനിങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഏത് വ്യക്തിക്കാണ് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? ഇത് ഈ പറയുന്നത് ഏത് മതത്തെ പറ്റിയാ? ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ പറ്റി തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം അവർ പ്രതികരിക്കുന്നതിൽ അപ്പോൾ ഒരു പേടിയുമില്ല. ഒരു പേടിയില്ല. കാരണം ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഇത്തരം കമന്റുകൾ എന്റെ വന്ന ലൈഫിൽ അനുഭവങ്ങളെല്ലാം എല്ലാം ഇവരുമായിട്ട് ബന്ധിച്ചതാണ്. അതെയാണ് ആണ് വളരെയധികം മോശം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അത് അവിടെ നിൽക്കുന്നില്ല എവിടെയും. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഹരാസ് ചെയ്യുമ്പോൾ, പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിലായോ, ഈവൻ റേപ്പ് അറ്റംപ്റ്റ് വരെ പകല് പോലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് ഒരു സ്ഥലത്തും പോയി കംപ്ലൈന്റ് ചെയ്യാൻ. കാരണം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരാദ്യം അവരോടാണ് ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്, ഇവളെന്ത് ചെയ്ത്. നമുക്ക് ചെവി പോലും തരത്തില്ല. ഞാൻ അവിടെ നിന്നു, വെയിറ്റ് ചെയ്തു. അവസാനം അവര് കുടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചവര് അങ്ങനെ ആണെന്ന് അവർക്ക് തോന്നി കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്താണ് സംഭവം. ഞാനാ പറയുന്നത് എന്നെ ചെയ്തു. ഇത് ഒന്നും ആവാണ്ടാവുമ്പോഴത്തേക്കുമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ നമ്പർ വാങ്ങിക്കുന്നു, പിന്നീട് രാത്രി ആകുമ്പോൾ പോലീസുകാർ വിളിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ എന്താണ് ഇട്ടിരിക്കുന്നത്, എങ്ങനെയാ കിടക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിട്ടുണ്ട്. വളരെ അത് എനിക്ക് എന്ത് സേഫ്റ്റിയാണ് ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടി. ഇത് മാറണമെന്ന് ആഗ്രഹമില്ലേ, അതോ മാറുമോ? ഇത് തീർച്ചയായിട്ടും മാറും. കാരണം സിവിലൈസേഷൻ എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇത് ആണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പുരോഗമനം തീർച്ചയായിട്ടും. അപ്പൊ കാലങ്ങൾ മാറുമ്പോൾ ജനങ്ങൾ മാറണം, ചിന്തകളും മാറണം. പീപ്പിൾ ആർ മോർ സിവിലൈസ്ഡ് ആവുമ്പോഴത്തേക്കും, എനിക്ക് അതിന്റെ മലയാളം കറക്റ്റ് ആയിട്ട് പറയാം, സിവിലൈസ്ഡ് ആവുമ്പോൾ പുരോഗമനം അതെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം മാറും തന്നെയാണ്. കാരണം ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഒരു സാൻഡ്ര ഇന്ന് വന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കും. കാര്യം ഹ്യൂമൻസ് ഇവിടെ നിന്ന് പോകുന്നല്ലോ. ഒരു സാന്ദ്ര മരിച്ച 1000 സാന്ദ്രകൾ വരും. തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും. ഇപ്പൊ വിസിബിളി ഇത്രയും ഇപ്പൊ മീഡിയ കൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറകള് നമ്മള് കാണുന്നുണ്ട്. നിങ്ങളെ ആര് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചേർത്ത് പിടിക്കും കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു. ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്, എന്താണ് ഏറ്റവും വലിയ സ്വപ്നം? എനിക്ക് ഐ ഹാഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ മൈ പാസ്റ്റ് ആൻഡ് ഐ എം ഡൺ വിത്ത് എവറിത്തിങ്. ബട്ട് നൗ എനിക്കിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളും എനിക്ക് വന്നിട്ടുള്ള പ്രോജക്റ്റുകളും അത് ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിനോട് അവരുടെ വീട്ടുകാര് സഹകരിക്കണം. നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകണം. അതെ, അങ്ങനെ സാധാരണ ആളുകൾ ജീവിക്കുന്ന ഒരു ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റി നിർത്തലൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് മരിക്കണം. മരണത്തെ പേടിയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് എന്നായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പേടിക്കുന്നില്ല. സാന്ദ്ര ഇന്ന് 10 കഥാപാത്രം സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയൽ ചെയ്തെങ്കിൽ ഇത് കണ്ടിട്ട് സിനിമ ആളുകൾ വിലയിരുത്തട്ടെ, ആളുകൾ വിളിക്കട്ടെ. ഇനി മുന്നോട്ടുള്ള യാത്രയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.